ബീലിക്ക വഴി അങ്ങനെ ഒരു ചാൻസ് കിട്ടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഇവരെ കരയണു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഇന്ന് ഞാൻ ഭയങ്കര കൺഫ്യൂഷനാണ്. ഇന്ന് ഭയങ്കര ഇന്ന് നമ്മളൊരു പ്രോഗ്രാമിന് വേണ്ടി പോകട്ടോ ഗൈസ്. ഇന്ന് നമ്മുടെ സമീലിക്ക് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ സന്തോഷത്തിൽ പുള്ളി ഒരു സബ്സ്ക്രൈബേഴ്സ് മീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അഹമ്മദ് എന്ന് പറഞ്ഞ പുള്ളി, നിങ്ങൾക്ക് അറിയാം, രണ്ടുപേരും ചാനലിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവർ രണ്ടുപേരും യൂട്യൂബേഴ്സ് ആയിട്ടല്ല പോകുന്നത്, അവരുടെ ഫാൻ ഗേളും ഫാൻ അപ്പൂപ്പനായിട്ടാണ്. അപ്പൊ നമ്മള് ഒരുപാട് പേരെടുത്തേക്കല്ല പോകാൻ പോണത്. അപ്പൊ അത്രയധികം ആൾക്കാർ ഒരുമിച്ച് ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെ അത് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പൊ അതിന്റെ ഇടയിൽ വ്ലോഗ് ചെയ്യാന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പരമാവധി നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ല രീതിയിൽ വ്ലോഗ് എടുക്കാനായിട്ട്. അപ്പൊ നീ നല്ല കൺഫ്യൂഷൻ, നല്ല ടെൻഷനാണ്. ഓക്കെ, അത് കുഴപ്പമില്ല കേസ്. നമ്മള് സ്റ്റേജ് ഫിയർ കുറച്ചുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അതായത് വലിയൊരു ക്രൗഡിനെ ഫേസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. ക്രൗഡിനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ല, അവരുടെ ഇടയിൽ വ്ലോഗ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. ബട്ട് പ്രശ്നമില്ല, നമ്മൾ ഇതിനൊക്കെ ഓവർകം ചെയ്യണം, എന്നാലും നമ്മൾ വലിയ വ്ലോഗേഴ്സ് ആവുള്ളൂ ഗൈസ്. അപ്പൊ ഇന്നത്തെ വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഗൈസ്, അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് സമീലിക്കയുടെ പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക്. നമ്മുടെ കൂടെ റിജോ ബ്രോ ഉണ്ട്, ബാക്കിലാണെന്നുണ്ടെങ്കിൽ ചിക്കു ഉണ്ട്, കുഞ്ഞുവാവി ഉണ്ട്, ഇവയുണ്ട്, അപ്പൊ എല്ലാരും ഉണ്ട്. അപ്പൊ ഒരു റിജോ ബ്രോ ഉണ്ട്, കൈ കാണിച്ചോട്ടെ. റിജോ ബ്രോയുടെ സ്നേഹ ചുംബനങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. അതെ, പുള്ളിക്ക് നാണം വന്നു. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും സമീലിക്കയുടെ അടുത്തേക്ക് പോവാണ്. അവിടുത്തെ പരിപാടി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, കുറെ പേര് വന്നിട്ടുണ്ട്. നമ്മൾ ഉടൻ തന്നെ എത്തും. ഇനി അവിടുത്തെ പരിപാടിയുടെ കിടിലം വിഷ്വൽസ് നിങ്ങൾക്ക് കവർ ചെയ്ത് തരാം. ഞാൻ ഭയങ്കരമായി കോൺഫിഡൻസ് ഗെയിൻ ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ കുറെ യൂട്യൂബർ ഫ്രണ്ട്സും വരുന്നുണ്ട് കേട്ടോ, കുറെ പേരും ഉണ്ടാവും. അവരും ഭയങ്കര ഒരു കളർഫുൾ ഇവന്റ് ആവുമെന്ന് വിചാരിക്കണം. റിജോ ബ്രോ, നിങ്ങൾ വ്ലോഗ് ചെയ്യണല്ലേ? വണ്ടി ഓടിക്കല്ലേ? ആ, ശരി, കറക്റ്റ്. ഓക്കെ, ഇന്ന് നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം കേട്ടോ. പൊളിക്കും നമ്മൾ ഗൈസ്, പൊളിക്കും. തിരിച്ച് വീട്ടിൽ പൊക്കോളാൻ പറയാന്ന് അറിയില്ല, കാരണം നല്ല ലേറ്റ് ആയിട്ട്, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരുപാട് പേരുണ്ട്. സമീലിക്കയുടെ കട്ട ഫാൻസ് കുറെ പേര് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും സോറി അഹമ്മദിന്റെയും കുറെ കട്ട ഫാൻസ് വന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയായിരിക്കും വിചാരിക്കുന്നു. നോക്കാട്ടോ, ഒരുപാട് പേരുണ്ടല്ലോ ഇന്നലത്തെ വ്ലോഗിൽ. നമസ്കാരം, ഫ്രണ്ട്സ് ആണ് കേട്ടോ. ശരി ശരി, നമസ്കാരം. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് നമ്മുടെ വ്ലോഗ് ഉണ്ട്. ചേർന്ന് വിലക്കറിയുന്നുണ്ട് ആദ്യമായിട്ട് പറയുന്നത്. അപ്പൊ അതിനൊരു ഫീല് വേറെ തന്നെ ഫീലാണ്. അറബിയിൽ 2 വാക്ക് പറയണം. സമീലിക്കയുടെ കട്ട ഫാൻസ് എന്ന നിലയിൽ പുള്ളിയുടെ ചാനലിനെ കുറിച്ച് 2 വാക്കൊന്ന് പൊക്കി പറഞ്ഞേ. ഇവിടെയോ? സിംപ്ലിസിറ്റി എന്താണ്? അതെന്താ? അയ്യോ, സമീലിക്കാനെ പറ്റി എന്റെ ചാനൽ ചെക്ക് ചെയ്യാൻ ഞാൻ ഒരു ലോഡ് തള്ളിയിട്ടുണ്ട് പുള്ളിക്കാരനെ പറ്റി എന്റെ വീഡിയോയില്. എന്റെ പൊന്നറിയാ. അപ്പൊ നിങ്ങൾ എല്ലാരും കട്ട ചങ്സ് ആണ് സമീലിക്കല്ലേ? അത് മതി. മുളകും പിന്നെ ലെമൺ ഉണ്ട്, പിന്നെ അടുത്തുണ്ട് നാരങ്ങ ഉള്ളതുണ്ട്. എന്തായാലും നല്ല രസമുണ്ട്, അടിപൊളി. എവിടെ അയ്യോ ഇവിടെ ആ 200 സബ്സ്ക്രൈബേഴ്സിന് എന്റെ വക ഒരു സമ്മാനം. അപ്പോൾ നമ്മൾ ഇന്നലെ സമീലിക്കയുടെ പ്രോഗ്രാമിന് പോയി. ഭയങ്കര അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. മുംബൈ ഹഫ്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിൽ വെച്ചായിരുന്നു പ്രോഗ്രാം. കിടു ഫുഡായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. ഭയങ്കര ആംബിയൻസ് ആണ് ഉള്ളില്. നമ്മള്
കുറെ പേരുള്ളതുകൊണ്ട് ആംബിയൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അത് നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞില്ലേ പോണേക്കാൾ എനിക്ക് ഭയങ്കര ഫിയറും സംഭവങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ എത്തിയിട്ട് എല്ലാം നോർമൽ ആയിരുന്നു. നല്ല ആൾക്കാരായിരുന്നു, എല്ലാവരും ഭയങ്കര ലവ്ലി ആയിരുന്നു. ഒരുപാട് പരിചയമുള്ള ആളുകളെ പോലെയായിരുന്നു നമ്മളെല്ലാവരും സംസാരിച്ചത്. കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു സമീലിക്കയുടെ, അവരോടൊക്കെ നമുക്ക് സംസാരിക്കാൻ സാധിച്ചു. ഒപ്പം നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു, അവരോട് ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റി. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, ഭയങ്കര ഹാപ്പി. കുറെ പേര് നമുക്ക് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റി, നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. ഓക്കെ, ഇനി പറയാനുള്ള രണ്ടാമത്തെ കാര്യം, നമ്മുടെ വീഡിയോയുടെ തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും എന്താണ് ഈ സംഭവം എന്ന്. അത് മറ്റൊന്നുമല്ല ഗൈസ്, നമ്മുടെ ലൈഫിലത്തെ ആദ്യത്തെ ഒരു അനുഭവമാണ്. എന്റെ ലൈഫിലത്തെ പ്രത്യേകിച്ച് അതെന്താന്നുള്ളത് ഇവ പറയും. അതെ, ഞാൻ എന്താണ് റെസ്റ്റോറന്റ് ഉള്ളിരുന്ന് എല്ലാവരും സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് ഒരു വന്നിട്ട് എന്റെ അടുത്ത് സംസാരിച്ചു. സംസാരിച്ച് എന്റെ അടുത്ത് ഓക്കെ ഞാൻ ബായ് പറഞ്ഞ് പോയിന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ പിന്നെ കുറെ നേരം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് സംസാരിക്കുന്ന സമയത്ത് ആളുടെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് ഒരു ബാഗ്, കുഞ്ഞൊരു ബാഗ് വാങ്ങിച്ചിട്ട് എനിക്ക് തന്നു, ഇത് വെക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അകത്ത് ഇതിന്റെ ഹലോ ഗോർജസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബാഗ് തന്നു. അപ്പൊ തന്നെ ഞാൻ ഓക്കെ താങ്ക് യു, പിന്നെ നമുക്ക് പറയാനായിട്ടൊന്നും ഞാൻ പറഞ്ഞു താങ്ക് യു, ഇത് വേണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ അപ്പൊ പറഞ്ഞു. നമ്മള് ആക്ച്വലി കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയി പോയി. പുള്ളിക്കാരി വന്നിട്ട് നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്, നമ്മുടെ എല്ലാ വീഡിയോസിനും കമന്റ്സ് ഇടാറുണ്ട്. അത് മാത്രമല്ല പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, D&D Taste and Talks. ഈ ചാനലിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ, നിങ്ങളൊന്ന് കണ്ടു നോക്കണം പോയിട്ട്. ഇനി ഒരു കാര്യം ചെയ്യാം, ഞങ്ങള് ആദ്യം ഈ സമ്മാന പൊതിയില് എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. അൺബോക്സിംഗ്. ലിപ്സ്റ്റിക്, ഇവയ്ക്ക് കിട്ടിയിരിക്കുന്ന ലിപ്സ്റ്റിക് ആണിത്. അതും ബെനഫിറ്റ് കോസ്മെറ്റിക്സിന്റെ ലിപ്സ്റ്റിക്. ഇതാണ് ഇവയ്ക്ക് കിട്ടിയിരിക്കുന്ന ലിപ്സ്റ്റിക്. പിന്നെ മസ്കാരയും കണ്ണെഴുതുന്ന കാജലും, അതും ബിയോണ്ട് മറ്റേ നമ്മുടെ ബെനഫിറ്റ് കോസ്മെറ്റിക്സിന്റെ. പിന്നെ പ്രൈമർ, ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യില്ല കേട്ടോ, പക്ഷെ ഞാൻ ട്രൈ ചെയ്യുന്നത്. പ്രൈമർ നമ്മള് സ്കിൻ പോർസ് ഒക്കെ ക്ലോസ് ചെയ്യുന്നത് പ്രൈമർ. അത് ഞാൻ യൂസ് ചെയ്യലില്ല, പക്ഷെ യൂസ് ചെയ്യും. ഇത് ബ്ലഷ്, ഇത് ഞാൻ യൂസ് ചെയ്യലില്ല, പക്ഷെ യൂസ് ചെയ്യും. അങ്ങനത്തെ ഒരു ചാനൽ ഉണ്ടല്ലോ, ബ്ലഷ് വിത്ത് ഞാൻ കേൾക്കാറുണ്ട്, കാണാറില്ല, ഇവയാണ് കാണാറ് കൂടുതലായിട്ട്. പിന്നെ ഐ ഷാഡോ, ഇതും ഞാൻ യൂസ് ചെയ്യലില്ല, പക്ഷെ യൂസ് ചെയ്യും. ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് ലിപ്സ്റ്റിക്ക്. അതിടാണ്ട് ഞാൻ ഉറങ്ങാറില്ല എന്ന് വേണമെങ്കിലും പറയാം. ഇത് ലിപ്സ്റ്റിക് ഇടാണ്ട് ഞാൻ ഉറങ്ങാറില്ല, അല്ല പറഞ്ഞത് എനിക്ക് അത്ര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ ഈ ബ്ലഷ് ഒക്കെ അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റിയൊരു മാഗ്നറ്റിക്കിന്റെ ഒരു കേസ്, അതിൻ്റെ ഉള്ളിൽ ഒരു കണ്ണാടി ഉണ്ടെന്ന് തോന്നുന്നു. അതെ, മിററുണ്ട്. അതിനേക്കാൾ അപ്പുറം ഒരു നോട്ട് എനിക്ക് തന്നിരുന്നു. ആ നോട്ട് വായിച്ചത്. ഹായ് അജയ് ആൻഡ് ഇവ, ഞാൻ ഷബാന, മൈ ചാനൽ നെയിം ഈസ് D&D Taste and Talks. ഇത് ഇവക്കുട്ടിക്കുള്ള ഒരു സ്നേഹ സമ്മാനമാണ്. ഇഷ്ടമാകുന്ന വിശ്വാസത്തിൽ ഒത്തിരി സ്നേഹം. ഷബാന, മൈ കോൺടാക്ട് നമ്പർ, മൈ വാട്സ്ആപ്പ് നമ്പർ. ഞാൻ നെക്സ്റ്റ് ഇപ്പൊ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ നമ്മള് ഇത്തന്നെ വിളിച്ചിട്ട് സംസാരിക്കാൻ പോകും. 502. ഹലോ ഹലോ ഹലോ, മനസ്സിലായോ? ഇല്ലല്ലോ. മനസ്സിലായി. എന്താ വിശേഷം? നല്ല വിശേഷം. എനിക്ക് ആളെ മനസ്സിലായിട്ടില്ലല്ലോ. മനസ്സിലായിട്ടില്ലേ? ഇല്ല, നമ്പർ സേവ് ചെയ്തിട്ടില്ലല്ലോ. നമ്പർ എന്താണ് ഇങ്ങനെ നമ്പറൊക്കെ? അത് ശരി, ഞാന് ഇന്നലെ രാത്രി വന്നപ്പോ ലേറ്റ് ആയിരുന്നു, അതോ ഇന്നലെ വിളിക്കാഞ്ഞ്? ഓ, എന്തിനാ സത്യം പറഞ്ഞ ഇത്രയൊക്കെ മേടിച്ചത്? അതല്ല, എന്നോടുള്ള സ്നേഹം കാണിക്കണേ എനിക്കൊരു ഹഗ്ഗും ഒന്നും പറഞ്ഞ ഒരു ഉമ്മയും തന്നാ മതിയായിരുന്നു. സത്യം പറയണേന് എന്താ, വേറെ ഒന്നും വേണ്ടായിരുന്നു. എനിക്ക് അത് മനസ്സിലായി, പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ. ഞാൻ പോലും പൈസ കൊടുത്ത് എനിക്ക് വേണ്ടി ഇത്രയും മേടിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അത് നമ്മള് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും തരുന്നതല്ലേ. ഇവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ കമന്റ്സിലും അജയിനെ കുറിച്ച് കൂടുതൽ പറയാറില്ല,
ആയവയെ കുറിച്ച് ആയവയുടെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഫണ്ണാണ് ഇവ. അത് കാരണം ഇങ്ങള് കൊടുത്ത പൊതി ഉണ്ടല്ലോ, അത് കെട്ടിപ്പിടിച്ച് ഇന്നലെ ഉറങ്ങിയേ. എന്റെ അടുത്ത് കെട്ടിപ്പിടിച്ചില്ല, പക്ഷെ എന്റെ അടുത്ത് വെച്ച് മനസ്സിലാക്കാനും കാണണം. അതിന്റെ കൂടെ ഇവരെയും കൂടെ ഒന്ന് മീറ്റ് ചെയ്യണം, വേറെ ഒന്നും വേണ്ട എന്നുള്ള ഭയങ്കര ഒരു സന്തോഷത്തിലാണ് ഞാൻ അതുവരെ വന്നോണ്ടിരുന്നത്. ട്രാവൽ ചെയ്തിട്ട് ഭയങ്കര ഹാപ്പി. എന്താ പറയാ, നമ്മള് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഒഴുകുന്ന സന്തോഷം, സ്നേഹം എന്നൊക്കെ പറയില്ലേ. നിങ്ങള് MA മലയാളാണോ? ഞാന് MA മലയാളം അല്ല, പക്ഷെ ഞാൻ അത്യാവശ്യം എഴുതാൻ ഇഷ്ടപ്പെടുന്ന, വായിക്കാൻ ഇഷ്ടപ്പെടുന്ന, അത്യാവശ്യം കഥകളും കവിതകളും കുത്തിക്കുറിക്കുന്ന ഒരാളാണ്. ഹസ്ബൻഡിന്റെ അടുത്ത് വലിയൊരു താങ്ക്സ് പറയാനോട്ടോ ഞങ്ങളുടെ രണ്ടുപേരുടെയും. പിന്നെ തീർച്ചയായിട്ടും ഞാനും ആഗ്രഹിച്ചത് നിങ്ങളെ പോലെ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ സംസാരിക്കാനും കാണാനും ഒക്കെ ഒത്തിരി ഇഷ്ടമുണ്ടായിരുന്നു മുന്നേ. സബീലിക്ക വഴി അങ്ങനെ ഒരു ചാൻസ് കിട്ടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഇവരെ കരയണു. ഓക്കെ, സന്തോഷമായിട്ടിരിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കേ. താങ്ക് യു. ഞാൻ മെസ്സേജ് അയക്കാട്ടോ. സപ്പോർട്ട് ഉണ്ടാവും, ഡോണ്ട് വറി. ഞാൻ മെസ്സേജ് അയക്കാട്ടോ. ഓക്കെടാ, ശരിയല്ല. ഞാൻ കൊറേ നാൾ ശേഷമാണ് കരയുന്നത്. കരയില്ല എന്ന് ഇവരുടെ പ്രതിജ്ഞ എടുത്തായിരുന്നു. ഞാനിതുവരെ അവൾ ഇങ്ങനെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇവനെ കരയിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് ഇതൊക്കെ ഇരിക്കട്ടെ. ഇതേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗില്. കാര്യമായ വേറെ സംഭവ വികാസങ്ങൾ ഇന്നലെ നമ്മളെ സംബന്ധിച്ച് തന്നെ വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ചാനൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ചാനലിലേക്കുള്ള ലിങ്ക്, ഏതെങ്കിലും ഒരു വീഡിയോയുടെ ലിങ്ക് ആയിരിക്കും നമ്മൾ തരുന്നത്. നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ തരുന്ന ഈ സ്നേഹത്തിനും സപ്പോർട്ടിനും ഭീകരമായൊരു നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നമ്മൾ ഇത്ര അർഹിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ബട്ട് സ്റ്റിൽ we love you guys. Thank you so much for all the love, support. ബാക്കി എല്ലാ സംഭവവും നമ്മളൊന്നും അല്ലാന്ന് അറിയാം, എന്നാൽ കൂടി നിങ്ങൾ തരുന്ന ഈ സ്നേഹത്തിന് ഭയങ്കര സ്നേഹം കേട്ടോ, ഭയങ്കര സന്തോഷം അല്ലേ. ഈ വീഡിയോ ആക്ച്വലി സമീലിക്കയുടെ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന്റെ മീറ്റപ്പിന് പോകുന്ന ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതിന് 2 പാർട്ട് ഉണ്ടായിപ്പോയി അല്ലേ. അതെ, സമീലിക്കും വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു ഇവന്റ് അടിപൊളിയായിരുന്നു, ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് സൂപ്പർ. ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി പേരെ കാണാൻ പറ്റി, ഒത്തിരി പേരോട് സംസാരിക്കാൻ സാധിച്ചു. നമ്മുടെ ആ ഫിയറൊക്കെ കുറെയൊക്കെ മാറിയിട്ടോ അല്ലേ, നമ്മുടെ അല്ല. ഓക്കെ, അപ്പൊ ഇന്നത്തെ വ്ളോഗില് എനർജി കുറവായിരിക്കും, ഇമോഷൻസ് കൂടുതലായിരിക്കും ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ തരുന്ന ഈ സ്നേഹത്തിന് താങ്ക് യു സോ മച്ച്. വേറെ വാക്കുകളില്ല. അപ്പൊ എന്തായാലും സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അത് എനർജി കുറവാ, പക്ഷെ ഇമോഷൻസ് കൂടുതലാണ്. യെസ്, ബൈ ബൈ.